ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ചൂര അച്ചാറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചൂരയെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് എല്ലാത്തിനും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോഴേക്കും ഒന്ന് പിടിച്ച് വരുമല്ലോ. നേരെ പാൻ എടുത്ത് വയ്ക്കുക. അതിൽ കുറച്ച് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചൂരയിൽ ഇതിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിനെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ പാനിൽ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കളർ ചേഞ്ച് ആകുന്നവരെ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വിനിഗർ ആവുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കായം ആവശ്യത്തിന് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമ്മൾ പൊരിച്ച് കോരി വെച്ചിരിക്കുന്ന ചൂര ഫ്രൈ ഇല്ലേ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൽ നിന്ന് എല്ലാം പിടിച്ച് വരണം. വിനിഗറൊക്കെ പിടിച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. എന്നിട്ട് നമ്മൾ ആ പാകത്തിന് ഉപ്പ് കുറച്ച് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ചല്ലേ നേരത്തെ ആഡ് ചെയ്തുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. നമ്മൾ ഈ ചൂര അച്ചാറൊക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമോ എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ചൂര സീസണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു.